നടൻ ഷൈൻ ടോം ചാക്കോ എറണാകുളം നോർത്ത് പോലീസ് സ്റ്റേഷനിൽ ഹാജരായിരിക്കുകയാണ്. പോലീസ് ആവശ്യപ്പെട്ടിരുന്നതിൽ നിന്നും വളരെ നേരത്തെ തന്നെ നടൻ സ്റ്റേഷനിലെത്തി. പക്ഷേ മാധ്യമപ്രവർത്തകരോടൊന്നും തന്നെ നടൻ പ്രതികരിക്കാൻ തയ്യാറായില്ല. കാറിൽ നിന്നും വളരെ പെട്ടെന്ന് തന്നെ ഇറങ്ങി സ്റ്റേഷനിലുള്ളിലേക്ക് കടക്കുന്ന ഷൈനെയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. സുധീഷിലേക്ക് പോകുന്നു. സുധീഷ്, ഇവിടെ നിലവിൽ പോലീസ് ചില നിരീക്ഷണങ്ങളൊക്കെ ഷൈനിന്മേൽ നടത്തിയിരുന്നു. അതനുസരിച്ചാണ് ഷൈൻ താമസിച്ചിരുന്ന ഹോട്ടലിലേക്ക് ഡാൻസ് ഓഫ് സംഘം എത്തിയത്. പക്ഷേ അതിവിദഗ്ധമായി തന്നെ ഷൈൻ അവിടെ നിന്നും രക്ഷപ്പെടുന്ന കാഴ്ചയാണ് കണ്ടത്. തുടർന്ന് ഏകദേശം 2 ദിവസങ്ങൾക്ക് ശേഷം 3-ാം ദിനമാണ് പോലീസ് സ്റ്റേഷനിൽ ഹാജരാകുന്നത്, നോട്ടീസിൻ പ്രകാരം തന്നെ. പക്ഷേ ഇതിനിടയിൽ ഷൈൻ സ്വീകരിച്ചേക്കാവുന്ന ചില കാര്യങ്ങളുണ്ട്. ഏതൊക്കെ രീതിയിലാണ് തെളിവുകൾ നശിപ്പിക്കേണ്ടത് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഷൈനിന് ഒരു നിശ്ചയമുണ്ടായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം ഡാൻസ് ഓഫ് സംഘത്തെ കണ്ട് അവിടെ നിന്നും അതിസാഹസികമായി ഇറങ്ങി ഓടിയതിൽ നിന്ന് തന്നെ അത് വ്യക്തമാണ്. തുടർന്ന് അങ്ങോട്ട് ഏതെങ്കിലും രീതിയിൽ പിടിയിലായാൽ പോലും രക്തപരിശോധനയിലടക്കം ലഹരി വസ്തുക്കളുടെ സാന്നിധ്യം കണ്ടെത്താതിരിക്കാനുള്ള ഒരു മാറി നിൽക്കലും ഷൈൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. അപ്പോൾ ഒരു ഭാഗത്ത് പോലീസ് ഷൈനെ ഇങ്ങനെ നിരീക്ഷിക്കുന്നുണ്ടെങ്കിൽ പോലും വളരെ പരിചയസമ്പന്നതയോടുകൂടി ഏതൊക്കെ രീതിയിലാണ് തെളിവുകൾ നശിപ്പിക്കേണ്ടത്, എങ്ങനെയൊക്കെയാണ് ഇതിൽ നിന്ന് വിട്ടു നിൽക്കേണ്ടത്, തുടർന്ന് എങ്ങനെയാണ് ഹാജരാകേണ്ടത്, എന്തൊക്കെ മറുപടി പറയണം എന്നൊക്കെയുള്ള കാര്യത്തിൽ ഷൈനിനും ഒരു നിശ്ചയമുണ്ട് എന്ന് തന്നെയല്ലേ മനസ്സിലാക്കേണ്ടത്? രോഹിണി, കൃത്യമായും എല്ലാവിധ തയ്യാറെടുപ്പോടും കൂടി തന്നെയാണ് ഷൈൻ ടോം ചാക്കോ ഈ അന്വേഷണ സംഘത്തിന് മുമ്പിൽ ഇന്ന് ഹാജരായിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം ഡാൻസ് ഓഫ് സംഘം 16-ാം തീയതി രാത്രി 10:30 ഹോട്ടൽ പരിശോധനയ്ക്ക് എത്തുമ്പോൾ മുതൽ ഇതുവരെയുള്ള ഷൈൻ ടോം ചാക്കോയുടെ നീക്കങ്ങൾ പോലീസിൻ്റെ എല്ലാ നടപടികളെയും പ്രതിരോധിച്ചുകൊണ്ട് തന്നെയുള്ളതാണ്. ഇപ്പോൾ പോലീസിന് മുമ്പിൽ ചോദ്യം ചെയ്യലിനായി ഹാജരാകുമ്പോഴും കൃത്യമായ തയ്യാറെടുപ്പുണ്ട്. അതിലുപരി താൻ ചോദ്യം ചെയ്യലോ ഇല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള വൈദ്യപരിശോധന നടത്തിയാലോ കുടുങ്ങാതിരിക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ മുൻകരുതലോടും കൂടി തന്നെയാണ് ഷൈൻ ടോം ചാക്കോ എത്തിയിരിക്കുന്നത് എന്നത് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ ഒരു മുൻധാരണ പോലീസിനും ഉള്ളത് കൊണ്ട് തന്നെയാവണം ഒരു തെളിവുകളും ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ ഇല്ല എന്ന ഒരു വെളിപ്പെടുത്തൽ നേരത്തെ തന്നെ നാർക്കോട്ടിക്സ് ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളതും. ഈ ഒരു ചോദ്യം ചെയ്യലിൽ കഴിഞ്ഞ ദിവസങ്ങളിലെ കാര്യങ്ങൾ, അതോടൊപ്പം തന്നെ കഴിഞ്ഞ ഒരാഴ്ചയായി ഡാൻസ് ഓഫ് സംഘം നടത്തിയ നിരീക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള കാര്യങ്ങൾ, ഇത് എല്ലാം ചോദിക്കുമ്പോൾ ഇതിൽ ഒന്നും തന്നെ കൃത്യമായ തെളിവുകൾ പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഉപയോഗിച്ചു എന്ന് തെളിയിക്കത്തക്ക രീതിയിലുള്ളത് ഇല്ല എന്ന ഒരു ധാരണ ഷൈൻ ടോം ചാക്കോയ്ക്കും ഒരു അമിതമായ ആത്മവിശ്വാസം നൽകുന്നുണ്ട്. അതിൻ്റെ കൂടി അടിസ്ഥാനത്തിൽ ഇന്ന് ചോദ്യം ചെയ്യലിന് ഹാജരായിക്കൊണ്ട് ഈ ഒരു പ്രശ്നത്തിൽ നിന്നും തലയൂരി ഇന്നത്തേതോടുകൂടി തന്നെ ഈ പ്രശ്നങ്ങളിൽ നിന്നും ഒഴിവായി പോവുക എന്നത് തന്നെയാണ് ഷൈൻ ടോം ചാക്കോ ലക്ഷ്യം വെക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു തരത്തിലും പോലീസിനെ പ്രകോപിപ്പിക്കാതെ പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഒരു തുടർ നടപടി ഇല്ലാതെ മുന്നോട്ട് നീങ്ങുക എന്ന ഒരു ലക്ഷ്യം തന്നെയാണ് ഷൈൻ ടോം ചാക്കോ സ്വീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇന്ന് ഹാജരായിക്കൊണ്ട് പോലീസിന് നൽകാവുന്ന മറുപടി ഷൈൻ ടോം ചാക്കോയ്ക്ക് ഒരു തരത്തിലും മറ്റ് ഒരു എതിരെ കേസ് രജിസ്റ്റർ ചെയ്യുന്ന തരത്തിലേക്ക് പോകാത്ത രീതിയിൽ കൊണ്ട് ഇവിടെ നിന്നും രക്ഷപ്പെടുക എന്നത് തന്നെയാണ് ലക്ഷ്യം വെക്കുന്നത്. അത്തരത്തിൽ നീങ്ങിയില്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ പോലീസ് കസ്റ്റഡിയിലെടുക്കുന്ന ഒരു തരത്തിലേക്ക് ഏതെങ്കിലും തരത്തിൽ മറ്റൊരിടത്ത് വെച്ച് പിടികൂടി ആ സമയം രാസലഹരിയുടെ സാന്നിധ്യം അടക്കം കണ്ടെത്തുന്നതോടുകൂടി തന്നെയാണ് നേരത്തെ പരാതി ഉന്നയിച്ച നടിയായ ഒരു നിയമ നടപടിയുമായി മുന്നോട്ട് താല്പര്യപ്പെടുന്നില്ല. സുധീഷിലേക്ക് എത്താം. നടൻ ഷൈൻ ടോം ചാക്കോ എറണാകുളം നോർത്ത് സ്റ്റേഷനിൽ ഹാജരായിട്ട് 45 മിനിറ്റ് പിന്നിടുകയാണ്. 10:30 ഹാജരാകാമെന്നാണ് നേരത്തെ അറിയിച്ചിരുന്നതെങ്കിൽ പോലും പോലീസ് ആവശ്യപ്പെട്ടിരുന്നതിലും അരമണിക്കൂർ മുൻപേ സ്റ്റേഷനിൽ ഹാജരാകുന്ന ഷൈനെയാണ് നമ്മൾ കണ്ടത്. വളരെ പെട്ടെന്ന് തന്നെ കാറിൽ നിന്ന് ഇറങ്ങി മാധ്യമപ്രവർത്തകരോട് പ്രതികരിക്കാതെ പോലീസ് സ്റ്റേഷനുള്ളിലേക്ക് കയറുകയായിരുന്നു. ഷൈൻ ടോം ചാക്കോയോടൊപ്പം അഭിഭാഷകനും ഷൈൻ്റെ പിതാവും ഉണ്ടായിരുന്നു. ACPയുടെ സാന്നിധ്യത്തിലായിരിക്കും ചോദ്യം ചെയ്യൽ നടക്കുക എന്ന് നിലവിൽ അറിയിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ പോലും നാർക്കോട്ടിക്സ് SP കൂടി അവിടെ വരുന്നത് നമ്മൾ കണ്ടതാണ്. ഉന്നത ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ തന്നെയായിരിക്കും ചോദ്യം ചെയ്യൽ നടക്കുക. പോലീസ് അത് വീഡിയോ ചിത്രീകരണം നടത്താനുള്ള സാധ്യതയും കാണുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഷൈനിൽ നിന്ന് ചിലത് ചോദിച്ചറിയണം. അതിനായി പ്രത്യേക ചോദ്യാവലിയും പോലീസ് തയ്യാറാക്കിയിട്ടുണ്ട്. ഏകദേശം 32 ചോദ്യങ്ങൾ അടങ്ങിയ ഒരു ചോദ്യാവലിയാണ് പോലീസ് തയ്യാറാക്കിയിരിക്കുന്നത് എന്നാണ് അറിയാൻ കഴിയുന്നത്. ഡാൻസ് ഓഫ് സംഘത്തെ കണ്ടപ്പോൾ ഹോട്ടലിൽ നിന്നും ഇറങ്ങി ഓടിയത് എന്തിന് എന്നതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും
ആദ്യം ചോദ്യം ചെയ്യൽ നടക്കുക എന്നും അറിയുന്നുണ്ട്. കാരണം അതിൽ നിന്നാണ് തുടർന്നുള്ള വിശദീകരണങ്ങൾ തേടേണ്ടത്. അങ്ങനെയാണെങ്കിൽ തന്നെ ഒരു സംഘത്തെ, പോലീസ് സംഘത്തെ കാണുമ്പോൾ ഇറങ്ങി ഓടുന്നത് എന്തിന്? അങ്ങനെ ഓടി പുറത്തേക്ക് എത്തുന്ന ഷൈൻ ടോം ചാക്കോയെ രക്ഷിക്കുന്നത് ആര്? തുടർന്ന് പോലീസിന്റെ കണ്ണു വെട്ടിച്ച് സംസ്ഥാനം വിടുന്നത് എന്തിന്? അങ്ങനെയുള്ള ചോദ്യങ്ങൾക്കെല്ലാം ഷൈനിന് മറുപടി നൽകിയേ മതിയാകുകയുള്ളൂ. സുധീഷിലേക്ക് പോകുന്നു. സുധീഷ്, ഇപ്പോൾ ഷൈൻ പോലീസ് സ്റ്റേഷനിൽ ഹാജരായിട്ട് 45 മണിക്കൂർ പിന്നിടുകയാണ്. നിലവിൽ നമുക്ക് ലഭ്യമാകുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ എങ്ങനെയാണ്? ഉന്നത ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ ചോദ്യം ചെയ്യൽ നടക്കുകയാണ് എന്ന് തന്നെയാണോ? രോണി, ഇപ്പോൾ ചോദ്യം ചെയ്യൽ ഏതാണ്ട് അരമണിക്കൂറോളം ആയി ചോദ്യം ചെയ്യൽ ആരംഭിച്ചിട്ട് എന്നത് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഇവർ നേരത്തെ പറഞ്ഞതുപോലെ തയ്യാറാക്കിയ ചോദ്യാവലിയുടെ അടിസ്ഥാനത്തിലുള്ള ചോദ്യങ്ങളാണ് നടക്കുന്നത്. ആ ചോദ്യത്തിനുള്ള മറുപടിയുടെ അടിസ്ഥാനത്തിൽ മറു ചോദ്യങ്ങളും പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്. ആ രീതിയിൽ വളരെ കൃത്യമായ ചോദ്യം ചെയ്യലാണ് പുരോഗമിക്കുന്നത്. ഷൈൻ ടോം ചാക്കോയുടെ ഒപ്പം എത്തിയ പിതാവ് പുറത്തേക്ക് ഇറങ്ങിയെന്നതാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന സൂചന. എന്തു തന്നെയായാലും ഷൈൻ ടോം ചാക്കോയെ ഇവിടുത്തെ SHOയുടെ മുറിയിൽ ഇരുത്തിയാണ് ചോദ്യം ചെയ്യുന്നത്. അത് സെൻട്രൽ ACP ഉണ്ട്, അതോടൊപ്പം തന്നെ നർക്കോട്ടിക് SP ഉണ്ട്. അവരുടെ എല്ലാം സാന്നിധ്യത്തിലാണ് ചോദ്യം ചെയ്യൽ നടക്കുന്നത്. ഈ ചോദ്യം ചെയ്യലിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ഹോട്ടലിൽ നിന്ന് ഓടി രക്ഷപ്പെടാനുണ്ടായ സാഹചര്യം അടക്കമുള്ളതും അതിനുശേഷം ഇന്നുവരെയുള്ള ഷൈൻ ടോം ചാക്കോയുടെ പ്രവർത്തികൾ എന്തൊക്കെയായിരുന്നു, എന്താണ് ഇത്തരത്തിൽ രക്ഷപ്പെടാൻ പ്രേരിപ്പിച്ച കാരണം, അതോടൊപ്പം തന്നെയാണ് മറ്റ് നിരീക്ഷണങ്ങളിലും മറ്റും കണ്ടെത്തിയ വിവരങ്ങളുടെ വിശദാംശങ്ങൾ, അതോടൊപ്പം ഹൈബ്രിഡ് കഞ്ചാവ് കേസുമായി ബന്ധപ്പെട്ട പ്രതി നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിലുള്ള കാര്യങ്ങൾ, ഇത് എല്ലാം പരിശോധിച്ചുകൊണ്ട് തന്നെയാകും ചോദ്യം ചെയ്യൽ നടക്കുക എന്നതാണ് വ്യക്തമാകുന്നത്. ഷൈൻ ടോം ചാക്കോയ്ക്ക് ഒപ്പം എത്തിയ ഒരാൾ ഇപ്പോൾ സ്റ്റേഷന് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ആരുമായോ ഫോണിൽ സംസാരിക്കുകയാണ്. ആ സാഹചര്യം ഏതെങ്കിലും തരത്തിൽ അദ്ദേഹത്തിൽ നിന്നും എന്തെങ്കിലും വെളിപ്പെടുത്തലുകൾ ഉണ്ടാകുമോ എന്നതും നോക്കി കാണേണ്ടതുണ്ട്. എന്തു തന്നെയായാലും ഈ ഒരു ചോദ്യം ചെയ്യൽ അത് ഏറെ നിർണായകമാണ് എന്നത് തന്നെയാണ് നമുക്ക് മനസ്സിലാവുന്നത്. കാരണം ഇപ്പോൾ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി നിലനിൽക്കുന്ന ആരോപണങ്ങളും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലെല്ലാം തന്നെ ഒരു വ്യക്തത വരുത്തുന്നതിനാണ് ഈ ചോദ്യം ചെയ്യലിലൂടെ ലക്ഷ്യം വെക്കുന്നത്. അത്തരത്തിൽ ചോദ്യം ചെയ്യൽ നടക്കുമ്പോൾ അതിൽ നേരത്തെ തയ്യാറാക്കിയ ചോദ്യങ്ങളോടൊപ്പം തന്നെ മറ്റ് വിവരങ്ങളൂടി ചോദിച്ച് അറിയാനുള്ള ശ്രമം നടക്കും. അതിൽ ഏറ്റവും പ്രധാനമായി പറയേണ്ടത് ഈ ഹൈബ്രിഡ് കഞ്ചാവുമായി ബന്ധപ്പെട്ടതും വളരെ ഗൗരവമേറിയ ഒരു മൊഴിയായിരുന്നു. ഇതിൽ ഷൈൻ ടോം ചാക്കോയ്ക്ക് ഇത്തരത്തിൽ ലഹരികൾ എത്തിച്ചതിൽ നിരവധി തവണ ഫോണിലും നേരിട്ടും ബന്ധപ്പെട്ടിരുന്ന അടക്കമുള്ള കാര്യങ്ങളുണ്ട്. ഈ കാര്യങ്ങളിലൊക്കെ സ്ഥിരീകരണത്തിന് വേണ്ടിയുള്ള ചോദ്യങ്ങളും ഇതിൽ ഉണ്ടാകും എന്നത് തന്നെയാണ് നമുക്ക് അനുമാനിക്കാൻ കഴിയുന്നത്. എന്തു തന്നെയായാലും ഇപ്പോൾ ചോദ്യം ചെയ്യൽ ആരംഭിച്ചിട്ട് 3/4 മണിക്കൂർ പിന്നിട്ടിരിക്കുന്നു. ഈ ചോദ്യം ചെയ്യൽ മണിക്കൂറുകൾ നീളാൻ തന്നെയാണ് സാധ്യത. കാരണം നിലനിൽക്കുന്ന ആരോപണങ്ങളിലെല്ലാം തന്നെ വ്യക്തത വരുത്തേണ്ടതുണ്ട്. അതിൽ ഇനി കൂടുതൽ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ ഇവിടേക്ക് എത്തുമോ എന്നും നോക്കിക്കാണേണ്ടതുണ്ട്. വളരെ ഗൗരവതരമായി തന്നെയാണ് ഇന്നത്തെ ചോദ്യം ചെയ്യലിനെ പോലീസും കാണുന്നത് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത്തരത്തിൽ പോലീസിന് നിലനിൽക്കുന്ന ഷൈൻ ടോം ചാക്കോയുമായി ബന്ധപ്പെട്ട കേസുകളിൽ പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള പിഴവുകളെല്ലാം നികത്തുന്നതിനുള്ള ഒരു സാഹചര്യം, സിനിമാ മേഖലയിലെ രാസലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്കുള്ള ഒരു വഴി തുറക്കൽ എന്നീ രീതിയിൽ തന്നെയാണ് പോലീസ് ഇതിനെ കാണുന്നത്. അത്തരത്തിൽ സർക്കാർ കഴിഞ്ഞ ദിവസങ്ങൾ പ്രഖ്യാപിച്ച കാര്യങ്ങൾ നടപ്പാക്കാനുള്ള ശ്രമം ഉണ്ടാകുമോ എന്നത് ഈ കേസിൽ നിന്ന് തന്നെ നമുക്ക് ഏറെക്കുറെ വ്യക്തമാവുന്നതാണ്. കാരണം വലിയ രീതിയിലുള്ള ഇടപെടൽ സമ്മർദ്ദങ്ങളൊക്കെ സർക്കാരിലും പോലീസിലുമൊക്കെ ഉണ്ടാവുന്നുണ്ട്, സാമ്പത്തിക ഇടപെടലുകളുണ്ട്. അത്തരം കാര്യങ്ങളൊക്കെ ഈ കേസിനെ സ്വാധീനിക്കുമോ എന്നതും നോക്കിക്കാണേണ്ടതാണ് രോഹിണി. സുധീഷ്, ഇപ്പോൾ പ്രധാനമായും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ഡാൻസ് ഓഫ് സംഘം വന്നപ്പോൾ എന്തിനാണ് ഹോട്ടലിൽ നിന്നും ഇറങ്ങി ഓടിയത് എന്നുള്ളതിൻ്റെ പുറത്തുള്ള ചോദ്യം ചെയ്യൽ പുരോഗമിക്കുമ്പോൾ ഒരുപക്ഷെ ഷൈൻ ടോം ചാക്കോയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന മറ്റ് കണ്ണികളിലേക്ക് കൂടി പോലീസ് എത്തുകയല്ലേ ചെയ്യുന്നത്? കാരണം ഈ ചോദ്യത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കാൻ പോലീസിന് കഴിയുകയില്ലല്ലോ. പ്രത്യേകിച്ച് ഹൈബ്രിഡ് കഞ്ചാവുമായി ആലപ്പുഴയിൽ പിടികൂടിയ ദമ്പതികൾ ഷൈൻ ടോം ചാക്കോയുടെ പേര് പരാമർശിച്ചിരുന്നു. അപ്പോൾ അതിലേക്കൊക്കെ കൂടി പോലീസിന് കടക്കേണ്ടി വരികയില്ലേ സന്ദർഭോചിതമായി?
രോഹിണി അങ്ങനെ തന്നെയാണ്. അതിലേക്ക് കൂടി ഈ ചോദ്യം ചെയ്യലെല്ലാം തന്നെ കടക്കും. കാരണം കൃത്യമായി ഒരു സ്ഥിരീകരിക്കാത്ത രീതിയിൽ ഷൈൻ ടോം ചാക്കോയുമായി ബന്ധപ്പെട്ടവർ തന്നെ പറയുന്നു ആ കേസുമായി ബന്ധപ്പെട്ടുള്ള അറസ്റ്റിനാണോ പോലീസ് എത്തിയതെന്ന് ഭയന്നാണ് അവിടെ നിന്നും ഓടി രക്ഷപ്പെട്ടതെന്ന് പറയുമ്പോൾ അത്തരത്തിൽ ഭയക്കേണ്ട എന്തോ ഉണ്ടോ എന്ന സംശയവും ജനിപ്പിക്കുകയാണ്. അപ്പോൾ ആ കാര്യങ്ങളിലെല്ലാം തന്നെ ചോദ്യം ചെയ്യൽ കടക്കും. എന്തുകൊണ്ടാണ് ഓടി രക്ഷപ്പെട്ടതെന്നുള്ളതിൽ അത്തരമൊരു കാരണം ഷൈൻ ടോം ചാക്കോ പോലീസിനെ ബോധിപ്പിക്കുക കൂടി ചെയ്താൽ അത് സംബന്ധിച്ചും വിശദമായ ചോദ്യം ചെയ്യലിലേക്ക് കടക്കും. എന്നാൽ നിയമോപദേശങ്ങളിലേക്ക് അടിസ്ഥാനത്തിൽ അതിൽ നിന്നും ഒഴിഞ്ഞു മാറാനുള്ള സാധ്യതയുമുണ്ട്. അത്തരത്തിൽ എന്തുകൊണ്ട് ഓടി രക്ഷപ്പെട്ടു എന്നതിന് മറ്റെന്തെങ്കിലും കാരണം പറയുന്നതിലേക്ക് സാഹചര്യം മാറുമോ എന്നതും നോക്കിക്കാണേണ്ടതുണ്ട്. ഈ ചോദ്യം ചെയ്യലിൽ ഷൈൻ ടോം ചാക്കോ പറയുന്ന മറുപടി എല്ലാം തന്നെ ഏറെ നിർണായകമാണ്. കാരണം ഏതെങ്കിലും തരത്തിൽ ഇത്തരം ഒരു പഴുതു വന്നാൽ ആ പഴുതിലൂടെ കൂടുതൽ ഗൗരവതരമായ കാര്യങ്ങളിലേക്ക് കൂടി ചോദ്യം ചെയ്യൽ കടത്താനാണ് പോലീസ് ശ്രമിക്കുക. അതുകൊണ്ട് തന്നെ വളരെ ആലോചിച്ചും മുൻധാരണ പ്രകാരം ഇല്ലെങ്കിൽ ഒരു നിയമോപദേശത്തിന്റെയും കൂടി അടിസ്ഥാനത്തിൽ തന്നെയാവും ഷൈൻ ടോം ചാക്കോ മറുപടി നൽകുകയും ചെയ്യുക. ഈ കാര്യങ്ങളെല്ലാം തന്നെ കൃത്യമായി വീഡിയോ റെക്കോർഡ് ചെയ്യുന്നുള്ളത് കൊണ്ട് തന്നെ അതിൽ ഇരുഭാഗത്തും മറ്റു രീതിയിലുള്ള കെട്ടിച്ചമക്കലുകൾ സാധിക്കില്ല. ഉന്നത ഉദ്യോഗസ്ഥരടക്കമുള്ളവർ അത് നിരീക്ഷിക്കുകയും ചെയ്യും. മുൻപ് ഉണ്ടായ പോലെയുള്ള ഒരു വീഴ്ച അത് കേവലം അന്നത്തെ അന്വേഷണ ഉദ്യോഗസ്ഥരിൽ മാത്രം ഒതുങ്ങി നിൽക്കുമ്പോൾ അതല്ല സാഹചര്യം ഇന്നത്തെ ചോദ്യം ചെയ്യലില് എന്നതും എടുത്തു പറയേണ്ടതാണ് രോഹിണി. അതോടൊപ്പം സുധീഷ്, ഇവിടെ പോലീസ് നമ്മൾ നേരത്തെ 2015 ഷൈൻ ടോം ചാക്കോയ്ക്ക് എതിരെ രജിസ്റ്റർ ചെയ്ത കേസിൽ കോടതി കുറ്റവിമുക്തനാക്കിക്കൊണ്ട് നടത്തിയ ചില പരാമർശങ്ങളിൽ പറഞ്ഞിരുന്നു പോലീസ് ലാഘവത്തോടു കൂടിയാണ് ഇത്തരം കേസുകൾ കൈകാര്യം ചെയ്യുന്നത് എന്നുള്ളൊരു വിമർശനം. ഇവിടെയും അത് തുടക്കം മുതൽ തന്നെ ദൃശ്യമാകുന്ന ഒരു സാഹചര്യം തന്നെയല്ലേ ഉള്ളത്? കാരണം ഇപ്പോൾ ഒരു നടനാണ്, എല്ലാവരും തിരിച്ചറിയുന്ന ഒരു മുഖമാണ്. എന്നിട്ട് പോലും ആ ഹോട്ടലിൽ നിന്ന് ഇറങ്ങി ഓടി അതിവിദഗ്ധമായി രക്ഷപ്പെട്ടു കഴിഞ്ഞ് സംസ്ഥാനം വിട്ട് എന്നതടക്കമുള്ള സംശയങ്ങൾ പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ട്. ഈ പോകുന്ന വഴിയിലൊക്കെ ഇത്ര സുരക്ഷിതനായി എങ്ങനെയാണ് സംസ്ഥാനം വിട്ടു പോകാൻ കഴിയുക ഷൈൻ ടോം ചാക്കോയ്ക്ക് എന്നുള്ളതും ഒരു ചോദ്യമായി തന്നെ വരികയാണ്. അപ്പോൾ വേണമെങ്കിൽ പോലീസിന് പിടികൂടാമായിരുന്നു ഈ 2 ദിവസത്തിനുള്ളിൽ എന്നതാണ്. അവിടെയെല്ലാം പോലീസ് ഒരു അല്പം അലംഭാവം കാണിച്ചു എന്നും നമുക്ക് മനസ്സിലാക്കണ്ടേ? നിസ്സംശയം തന്നെ ആ കാര്യം എടുത്തു പറയാവുന്നതാണ്. കാരണം ആദ്യം ഈ ഹോട്ടലിൽ നിന്നും ഇറങ്ങി ഓടുമ്പോൾ അത് ടൗൺ ഹാൾ ജംഗ്ഷന് സമീപത്തെ ഹോട്ടലിൽ നിന്നാണ്. അവിടെ നിന്നും ഇറങ്ങി ഓടി ഏതാനും കിലോമീറ്ററുകൾ മാത്രം അപ്പുറത്തുള്ള മറ്റൊരു ഹോട്ടൽ മുറിയെടുക്കുന്നു. അവിടെ നിന്നും പുലർച്ചെ 3 മണിക്ക് ശേഷമാണ് പോകുന്നത്. രാത്രി 10:30ക്കാണ് ഈ ഹോട്ടലിൽ ഡാൻസ് ഓഫ് സംഘം എത്തുന്നത്, അവിടുന്ന് ഇറങ്ങി ഓടുന്നതും. അതിനുശേഷം ഇതിന് പിന്നാലെ പോകാൻ പോലീസ് ഒരു തരത്തിലുമുള്ള നടപടികൾ സ്വീകരിച്ചില്ല എന്നതും എടുത്തു പറയേണ്ടതാണ്. കിലോമീറ്റർ മാത്രം മാറിയുള്ള സ്ഥലത്ത് താമസിച്ച് അവിടെ നിന്നും പുലർച്ചെ 3:30 തൃശ്ശൂർ വഴി പാലക്കാട് വഴി പൊള്ളാച്ചിയിലേക്ക് പോകുമ്പോൾ ഇതിനിടയിൽ ഒന്നും തന്നെ പോലീസിന്റെ ഒരു പരിശോധനയും ഷൈൻ ടോം ചാക്കോയെ കണ്ടെത്തുന്നതിനുള്ള ഒരു ശ്രമവും ഉണ്ടായിട്ടില്ല എന്നത് വളരെ വ്യക്തമാണ്. പിന്നീട് ഇങ്ങോട്ട് ഏതാണ്ട് 60 മണിക്കൂർ 59.5 മണിക്കൂറിന് ശേഷമാണ് ചോദ്യം ചെയ്യലിനായി ഹാജരാകുന്നത്. അതുവരെയും ഷൈൻ ടോം ചാക്കോയെ കണ്ടെത്താൻ കഴിഞ്ഞില്ലെന്നത് പോലീസിന്റെ വലിയ വീഴ്ചയായി തന്നെ വിലയിരുത്താൻ രോഹിണി. ശരി.